ദിലീഷ് പോത്തൻ, അനുരാഗ് കശ്യപ്, വിജയരാഘവൻ, റാഫി, വാണി വിശ്വനാഥ്, ഹനുമാൻ കൈൻഡ്, വിനീത് കുമാർ, സുരേഷ് കൃഷ്ണ, സെന്ന ഹെഗ്ഡെ, വിഷ്ണു അഗസ്ത്യ, ദർശന രാജേന്ദ്രൻ, ഉണ്ണിമായ പ്രസാദ്, സുരഭി ലക്ഷ്മി, പ്രശാന്ത് മുരളി, പൊന്നമ്മ ബാബു, രാമു, റംസാൻ മുഹമ്മദ്, അങ്ങനെ തുടങ്ങി ഒരു വലിയ നീണ്ട താരനിരയിലെത്തിയ അടിയിടി വെടി പുകപ്പടം. അതാണ് റൈഫിൾ ക്ലബ്ബ്. ചിത്രത്തിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണെന്നും താരങ്ങൾ ആരൊക്കെയാണെന്നും കണ്ടുപിടിക്കാൻ തന്നെ ആദ്യത്തെ കുറേയേറെ സമയം മെനക്കെടും. പക്ഷേ പിന്നീട് അങ്ങോട്ട് ഒരു തകർപ്പൻ പെർഫോമൻസ് തന്നെയാണ് എല്ലാവരും ചേർത്ത് ആഷിഖ് അബു ഒരുക്കിയിരിക്കുന്നത്. ആഷിഖ് അബുവിന്റെ കുറെ നാളുകൾക്ക് ശേഷം തിയേറ്ററിൽ ആളുകളെ ഇടിച്ചു കയറ്റുന്ന മേക്കിങ്ങിലെത്തിയ ഒരു കിടിലൻ സാധനം അത് തന്നെയാണ് റൈഫിൾ ക്ലബ്ബ്. സംവിധാനവും ഡിഒപിയും ആഷിഖ് അബു തന്നെയാണ് നിർവഹിച്ചിരിക്കുന്നത്. നിർമ്മാണം ആഷിഖ് അബുവും ഒപ്പം വിൻസെന്റ് വടക്കൻ, വിശാൽ എന്നിവർ ചേർന്ന് നിർവഹിക്കുമ്പോൾ രചന നിർവഹിച്ചിരിക്കുന്നത് ശ്യാം പുഷ്കരൻ, ഒപ്പം സുഹാസു, ദിലീഷ് കരുണാകരൻ എന്നിവർ ചേർന്നാണ്. പടത്തിലേക്ക് വന്നാൽ വയനാട്ടിലെ മലനാട്ടിലുള്ള ഒരു റൈഫിൾ ക്ലബ്ബ്. അവിടുത്തെ കുറെ പഴയതും പുതിയതുമായ വെടിക്കാരന്മാരുമുണ്ട്, വെടിക്കാരികളുമുണ്ട്. അങ്ങോട്ടേക്ക് എത്തുന്ന കുറച്ച് മംഗലാപുരം ടീംസ്, ഒപ്പം കുറച്ച് സിനിമാക്കാരും കുറച്ച് അലമ്പ് ടീംസും എല്ലാം അവിടെ എത്തിച്ചേരുകയാണ്. ശേഷം അവിടെ നടക്കുന്ന ഒരു വെടിക്കെട്ടാണ് കഥയുടെ ആകത്തുക. പടം മേക്കിംഗ് കിട്ടു എന്ന് പറയാം. ഹോളിവുഡിൽ ടാരന്റീനോ സിനിമകളും ഗൈ റിച്ചി, എഡ്ഗർ റൈറ്റ് ചിത്രങ്ങളുമൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടവർക്കും ഇങ്ങ് മോളിവുഡിലേക്ക് വന്നാൽ LJP, അമൽ നീരദ് പടങ്ങളുടെ മേക്കിങ്ങും ഒക്കെ ത്രില്ലടിച്ച് കാണാൻ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ പിന്നെ ഒന്നും നോക്കണ്ട, ടിക്കറ്റ് എടുത്തോ, നേരെ തിയേറ്ററിലേക്ക് വിട്ടോ. ആഷിഖ് അബുവിന്റെ പുത്തൻ ഒരു ട്രാക്ക് തന്നെയാണ് പടത്തിന്റെ സ്റ്റൈൽ. ചിത്രത്തിന്റെ മേക്കിംഗ് ആണെങ്കിലും സിനിമാറ്റോഗ്രാഫി ആണെങ്കിലും ഒട്ടും മടുപ്പിക്കത്തില്ല. മാത്രമല്ല കുറേയേറെ കിടിലൻ സാധനങ്ങൾ നമുക്ക് കാണുകയും ചെയ്യാം. ഒപ്പം റക്സ് വിജയന്റെ സംഗീതവും ആദ്യ അവസാനമുള്ള വെടിവെപ്പ് സീക്വൻസുകളും ഫൈറ്റ് സീക്വൻസുകളും എല്ലാം കിടുക്കിയെന്ന് പറയാം. ഹനുമാൻ കൈൻഡ് ഒക്കെ വേറെ ലെവലായിരുന്നു. കിടിലൻ മാസ് റോളൊക്കെ ഇനിയും പുള്ളിക്ക് കിട്ടിക്കഴിഞ്ഞാൽ പുള്ളി പുഷ്പം പോലെ തൂക്കുമെന്ന് ഉറപ്പിച്ചു. കാസ്റ്റിംഗ് എല്ലാം കിടിലമായിരുന്നു. സുരേഷ് കൃഷ്ണ, വിഷ്ണു അഗസ്ത്യ, വിജയരാഘവൻ, അനുരാഗ് കശ്യപ്, ദിലീഷ് പോത്തൻ ഒക്കെ അന്യായ പെർഫോമൻസ്. പിന്നെ സോ കോൾഡ് ആഷിഖ് അബുവിന്റെ ചില പൊളിറ്റിക്കൽ ചായ്വ് കാരണം കാര്യങ്ങൾ ഓപ്പണായി പറയാനുള്ള പേടിയും അത് ചില രംഗങ്ങളിലൊക്കെ കാണാൻ സാധിക്കുകയും ചെയ്യും. ഒരു ക്രിയേറ്റർ ഒരാശയങ്ങളുടെയും അടിമയായി പോകരുതെന്ന് പല ഡയലോഗുകളും പല രീതിയിൽ കഥാപാത്രങ്ങൾ പറയുന്നത് കണ്ടപ്പോൾ തോന്നിപ്പോയി. എല്ലാവർക്കും ഇത് തോന്നുമെന്ന് അറിയത്തില്ല, എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ആകെ മൊത്തത്തിൽ നോക്കിയാൽ ഉറപ്പായും ഒരു കിടിലൻ തിയേറ്റർ എക്സ്പീരിയൻസ് നൽകുന്ന ബിഗ് സ്ക്രീനിൽ കണ്ടാസ്വദിക്കേണ്ട ഒരു തകർപ്പൻ മേക്കിംഗ് തന്നെയാണ് റൈഫിൾ ക്ലബ്ബ്. തൊട്ടടുത്ത തിയേറ്ററുകളിൽ കണ്ടാസ്വദിക്കുക. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കും മറ്റു വാർത്തകൾക്കുമായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ മൂവി ടാസിൽസ്.